പക്ഷെ ഇന്നലെ കേരളത്തിലെ മഹാനടൻ മമ്മൂട്ടി, അദ്ദേഹത്തോട് നമുക്ക് 2-3 കാര്യങ്ങൾ വലിയ ബഹുമാനമുണ്ട്. ഒന്ന്, ഡോക്ടർ അംബേദ്കറെ അബ്രവാളികളിൽ പകർത്തിയത് അദ്ദേഹമാണ്. അയ്യങ്കാളി എന്ന സിനിമയിൽ അഭിനയിക്കാം എന്ന് പറഞ്ഞതും അദ്ദേഹമാണ്. കുറേ നല്ല സ്വഭാവവിശേഷങ്ങളുള്ള ഒരു നടനാണ്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തോട് വലിയ ഒരു നിരാശ തോന്നി. കേരളത്തിലെ അതിദരിദ്രരായ ആളുകളെ പ്രഖ്യാപിക്കാൻ കേരളം പാകത്ത് ആയിട്ടുണ്ടോ എന്നുള്ള ഒരു ചിന്തയാണ് ഇന്നലെ ഉണ്ടായത്. നമുക്കെവർക്കുണ്ടായി. നമ്മുടെ ആളുകൾ പലതരത്തിലത് സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു. കാരണം ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന എന്നുള്ളതിൽ കഴിഞ്ഞ 10-13 വർഷത്തെ നമ്മുടെ ഒരു പഠനം അതീവ ദരിദ്രമായ ഒരു സംസ്ഥാനമായി കേരളത്തെ പ്രഖ്യാപിക്കാറായിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രഖ്യാപനം നടത്തിയ അതീവ ദാരിദ്ര്യമുക്ത കേരളം എന്ന ആശയത്തോട് CSDS യോജിക്കാനേ കഴിയില്ല. ആ നിലയിലേക്ക് കേരളം എത്തിച്ചേരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇടതുപക്ഷ ഗവൺമെൻറ് പിന്തുണച്ചാലും നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യും, മറ്റ് ഗവൺമെൻറ് ആണെങ്കിലും നമ്മളതിന് സപ്പോർട്ട് ചെയ്യും. അതായിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടിയ വിവരാവകാശ സൂചനകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഇന്നും ആദിവാസി മേഖലയിൽ 65,000-ഓളം ആളുകൾ ഭൂമിയില്ലാത്തവരായി ഉണ്ട്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇനിയും വീട് കിട്ടാനുള്ള 1,40,45,000 പേരുണ്ടെന്ന് സർക്കാരിൻ്റെ രേഖകൾ സൂചിപ്പിക്കുന്നു. അപ്പം അതിദരിദ്ര രേഖയ്ക്കകത്ത് എടുക്കുന്ന കണക്കിൽ ഒന്ന്, അവർക്ക് സ്ഥിര വരുമാനത്തിനുള്ള ഒരു ജോലി ഉണ്ടായിരിക്കണം, വാസയോഗ്യമായ വീടുണ്ടായിരിക്കണം. അതിൻ്റെ നോംസ് അങ്ങനെ പറയുന്നത്. ഇതൊന്നുമില്ലാത്ത എത്രയോ ആളുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ആകെ പറ്റിക്കുന്ന, അല്ല നമ്മളെയൊക്കെ നമ്മുടെ ചിന്തകളെയൊക്കെ മരവിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളുമായി ഇന്നലെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് മമ്മൂട്ടിയിലൂടെ രംഗത്ത് വരുന്നതിനെ നമുക്ക് അംഗീകരിക്കാനേ കഴിയില്ല എന്നുള്ളത് നിങ്ങളുമായി ആദ്യമേ പങ്കുവയ്ക്കുകയാണ്. അതീവ ദരിദ്രമുക്ത മേഖലയായി കേരളം മാറട്ടെ നാളുകളിൽ എന്നുള്ളതും നമ്മുടെ ആഗ്രഹമാണ്. അതിനുവേണ്ടി ഏത് ഗവൺമെൻറ് പരിശ്രമിച്ചാലും നമ്മളതിനെ പിന്തുണയ്ക്കുകയാണ്. ഒട്ടനവധി കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിലൊന്നും പറയാനായിട്ട് സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞു 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ലെന്നും പറയാൻ പറ്റത്തില്ല. ഇന്നലെ ഒരു പട്ടികാധികാരം പറഞ്ഞത് വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കണമെന്ന് പറയുന്നത് പട്ടികാധികാരി പറഞ്ഞത് വളരെ ആവേശത്തോടു കൂടിയാണ്. കാരണം ഇവൻ വിഴിഞ്ഞം തുറമുഖം കണ്ടിട്ട് പോലുമില്ല. എവിടെയാണിത്, ഇതിലെ കൂടെ ഇത് പോകുന്നെന്ന് പോലും അറിഞ്ഞു. പക്ഷെ നമ്മുടെ ചോദ്യം 2016 ഈ ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോ 9.5 വർഷമാകുമ്പോൾ പ്രധാനപ്പെട്ട മാനിഫെസ്റ്റോയിൽ 62ാമത്തെ ഒരു പാരഗ്രാഫാണ്. ദളിത് ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കും. 9.5 വർഷം കഴിയുന്നു. എന്താണ് ഈ സർക്കാരിൻ്റെ നിലപാട്? നമ്മളിതിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുക, പക്ഷേ ഫലമുണ്ടാകുന്നില്ല. ഈ ഗവൺമെൻറ് ആ രംഗത്ത് പരാജയപ്പെട്ടു പോയില്ലേ? കേരളത്തിൽ എവിടെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്ന് ചർച്ച ചെയ്യാൻ പോലും ഈ വിഷയത്തെ ഉപയോഗിച്ചില്ല. അതുകൊണ്ടാണ് നമ്മൾ സമരങ്ങളും കോൺക്ലേവുകളുമായിട്ട് മുന്നോട്ട് പോയത്. അതിന് പരിഹാരമുണ്ടായില്ല. കേരളത്തിൻ്റെ സംവരണ വ്യവസ്ഥകളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ കോൺക്ലേവിൽ ചർച്ച ചെയ്തു. കേരളത്തിൽ 50% സംവരണം. 50% നമ്മൾ കോട്ടയത്ത് കോൺക്ലേവിൽ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട നമ്മളെയൊക്കെ ഉത്കണ്ഠകുലരാക്കുന്ന ഒരു ചർച്ച അവതാരകനും വെന്നിൽ പോൾ അവതരിപ്പിച്ചതിൻ്റെ അകത്ത് നമ്മൾ അറിയേണ്ട ഒരു വിഷയം, അന്ന് വരാത്ത ആളുകളും ഉള്ളതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. ദളിത് ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് 1% സംവരണമാണ് കേരളത്തിലുള്ളത്. ലാസ്റ്റ് ഗ്രേഡ് ഇതര തസ്തികയിൽ ഈ 1% സംവരണം 3 സമുദായങ്ങളാണ് പങ്കിടുന്നുള്ള ഒരു വസ്തുത നാം മറന്നു പോകാൻ പാടില്ല. പിന്നോക്ക ക്രിസ്ത്യൻ എന്ന് പറയുന്നൊരു വിഭാഗം, SIUC നാടാർ എന്ന് പറയുന്ന ഒരു വിഭാഗം, പിന്നെ ദളിത് ക്രൈസ്തവർ. ഈ 3 വിഭാഗത്തിനോട് കിട്ടുന്നത് 1% സംവരണമാണ് എന്നുള്ളത് കോൺക്ലേവ് വളരെ വിശദമായി ഗൗരവമായി ചർച്ച ചെയ്തു.
നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ തരികയാണ്. 1% ദളിത് ക്രൈസ്തവർക്ക് മാത്രമായി കേരളത്തിൽ സംവരണമില്ല. ഈ 1% പങ്കിടുന്നതിൽ 25 ലക്ഷത്തിലധികം വരുന്ന ആളുകൾ ദളിത് ക്രൈസ്തവരാണ്. മറ്റ് സമുദായങ്ങളൊക്കെ വളരെ കുറവാണ്. പിന്നോക്ക ക്രിസ്ത്യാനിയും SIUC നാടാരെന്ന് പറയുന്നത് തിരുവനന്തപുരം മേഖലയും മാത്രം. അവരെല്ലാവരും കൂടെ കേരളത്തിൽ അവരുടെ കണക്കെടുത്താൽ 1.5 ലക്ഷം പേര് കാണുമെന്നാണ് നമ്മൾ കണക്കെടുത്തത്. 25 ലക്ഷം ആളുകളുള്ള ഈ സമുദായത്തിന് കിട്ടുന്നത് ഈ 2 സമുദായങ്ങളുമായി നമ്മൾ സംവരണം ഷെയർ ചെയ്യുകയാണ്. പട്ടിക വിഭാഗങ്ങളല്ല ദളിത് ക്രൈസ്തവർ. എത്രമാത്രം ഉത്കണ്ഠ ഉണ്ടാകുന്നൊരു കാര്യമാണ് ഇത്. സംസ്ഥാന ഗവൺമെൻറ്റിനോട് പലപ്പോഴായി നമ്മൾ അവതരിപ്പിച്ചിട്ട് അതിന് പരിഹാരമുണ്ടായില്ല. 96-ലാണ് 1% സംവരണം ഉണ്ടായിരുന്നത്. 2024-ലും 1% സംവരണം, 25-ലും 1% സംവരണം. നമ്മൾ അറിയേണ്ടത് കേരളത്തിലെ ലാറ്റിൻ വിഭാഗം അവരുടെ കണക്ക് പറയുന്നത് 7 ലക്ഷം ആളുകളാണ്. ലാറ്റിൻ വിഭാഗം അവരുടെ ശതമാനം നിങ്ങൾ നോക്കണം, 3%. പ്രത്യേക പാക്കേജ് അതല്ല. 3% സംവരണങ്ങൾ തൊഴിൽ മേഖല, വിദ്യാഭ്യാസ മേഖലയിൽ 3% സംവരണം ലഭിക്കുന്നുണ്ട്. മുസ്ലിം വിഭാഗത്തിന്, ഈഴവ സമുദായത്തിന്, ക്രൈസ്തവരുടെ എല്ലാം പോട്ടെ, ലാറ്റിൻ വിഭാഗത്തിന് 3%. യെസ്, അതിൽ ആംഗ്ലോ ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു സമുദായം കൂടി ഉണ്ട്. നമ്മുടെ നേതാക്കന്മാർ ഇത് പ്രത്യേകമായി നോട്ട് ചെയ്യണം. ആംഗ്ലോ ഇന്ത്യൻ സമുദായമുണ്ട്. 20,000 ആളുകളാണ് കേരളത്തിലുള്ളത്. അവർ ഈ 3% സംവരണം പങ്കിടുന്നുണ്ട് എന്നുള്ള വസ്തുത നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ 25 ലക്ഷം ആളുകൾ അനുഭവിക്കുന്ന സംവരണമില്ലാത്തതിൻ്റെ മേൽ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരുടെ കുട്ടികളെ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുവാൻ പല സ്ഥലങ്ങളിലേക്ക് വിടുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രഷാറുടെ മോളെ മെഡിസിന് വിട്ടത് വിദേശ രാജ്യത്താണ്. ഇവിടെ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. എത്രയോ കുട്ടികൾ, എത്രയോ മാതാപിതാക്കൾ വിഷമിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ മുടക്കി വിദേശത്തേക്ക് പോകേണ്ട സാഹചര്യം നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ്? സംവരണത്തിൻ്റെ അഭാവം കൊണ്ടാണ്. അങ്ങനെ എത്രയോ കുട്ടികൾ, 98% മാർക്കുള്ളൊരു കുട്ടിക്ക് മെഡിസിന് കേരളത്തിൽ അഡ്മിഷൻ കിട്ടുന്നില്ല. ക്രിസ്തുമതം സ്വീകരിച്ചു എന്നൊറ്റ കാരണം ഈ വലിയ വിവേചനത്തിൽ നിങ്ങൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. മറ്റൊന്ന്, കേരളത്തിൽ 1% സംവരണം പങ്കിടുന്നൊരു സമുദായമാണ് കുടുംബി സമുദായം. കുടുംബി സമുദായം കേരളത്തിൻ്റെ, നമ്മുടെ ഈ കോട്ടയം ജില്ലയ്ക്ക് അപൂർവമായിട്ടേ ഉള്ളൂ. 47,000 പേരാണ് കുടുംബി സമുദായമുള്ളത്. വെറും 47,000. അവർക്ക് 1% ഉണ്ട്. അതുപോലെ തന്നെയാണ് കുശവ സമുദായം. നമ്മുടെയൊക്കെ നാട്ടിൻപുറങ്ങളിലൊക്കെ ഉണ്ട് കുശവ സമുദായം. കളിമൺ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന കുശവ സമുദായം. അവരുടെ ജനസംഖ്യ സർക്കാരിൻ്റെ കണക്കിന് 11 കണക്കനുസരിച്ച് 27,000 പേരാ. അവർക്കും ലഭിക്കുന്നു 1%. ധീരവ സമുദായം, അവരുടെ ജനസംഖ്യ 1 ലക്ഷം താഴെ ജനസംഖ്യയാണ്. അവർക്കും കിട്ടുന്നു 1%. വിശ്വകർമ്മർക്ക് 2% ലഭിക്കുന്നു. ഇത് പറയാൻ കാരണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, കഴിഞ്ഞ 57 മുതൽ കേരളം ഭരിച്ചിട്ടുള്ള ഗവൺമെൻറ്റുകൾ, അവർക്ക് മുമ്പിൽ VD ജോൺ സാർ അടക്കമുള്ള പല നേതാക്കളും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ക്രിസ്തുമതം സ്വീകരിച്ച ദളിത് ക്രൈസ്തവർക്ക് സംവരണ വിഷയത്തെ സംബന്ധിച്ച് യാതൊരു ചർച്ചകളോ രേഖകളോ സമർപ്പിക്കുവാൻ നമ്മുടെ ഗവൺമെൻറ്റുകൾക്ക് കഴിഞ്ഞില്ല. എല്ലാ ഗവൺമെൻറ്റും, UDF-നും കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് 9 വർഷങ്ങൾക്ക് മുമ്പ് അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പിൽ ഇറക്കിയ മാനിഫെസ്റ്റോയിൽ പറയുന്നു ഞങ്ങൾ സംവരണം കൊടുക്കും. അവർ സംവരണം കൊടുത്തില്ല. അത് വളരെ പ്രതിഷേധാർഹമായ കാര്യമാണ്. പട്ടിക വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ ആളുകൾക്ക് ആകപ്പാടെ കിട്ടുന്ന 8% സംവരണം, അത് തന്നെ ലഭിക്കുന്നില്ല. വളരെ ഉത്കണ്ഠ ഉണ്ടാക്കുന്നു ദളിത് ക്രൈസ്തവരുടെ വിഷയത്തിൽ. CSTC നമുക്കറിയാം, ദളിത് ക്രൈസ്തവരും പട്ടിക വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന സംഘടനയാണ് CSTC. പക്ഷേ നമ്മുടെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം, നമ്മുടെ കൂടെയുള്ള പട്ടിക വിഭാഗങ്ങൾ കൂടി പറയുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടി സംവരണം ലഭിക്കേണ്ടതല്ലേ? ആ ചോദ്യങ്ങളുമായി സമരരംഗത്താണ് നമ്മുടെ നേതാക്കന്മാരും നിങ്ങളെല്ലാവരും. ആ സമരം നമ്മൾ തുടരുക തന്നെ ചെയ്യും. അതുകൊണ്ട് സാമൂഹ്യനീതിയിൽ ഏറ്റവും അധപ്പതിച്ചു നിൽക്കുന്ന ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി 9.5 വർഷത്തെ പഴക്കമുള്ള ഇടതുപക്ഷ ഗവൺമെൻറ് യാതൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം അതാണ്. മറ്റൊന്ന് നിങ്ങളറിയണം,
നമ്മളിതിനൊക്കെ മുമ്പ് ചർച്ച ചെയ്ത മുന്നോക്ക വിഭാഗത്തിലെ പിന്നോക്കക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ആരാണെന്ന് നമുക്കറിയത്തില്ല. മുന്നോക്കക്കാരിലെ പിന്നോക്കക്കാർ. നരേന്ദ്രമോദി ഗവൺമെൻറ് രാജ്യത്താദ്യമായി പ്രഖ്യാപനം നടത്തുന്നു മുന്നോക്ക സംവരണം എന്ന ആശയം. അത് രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിൽ ആദ്യം നടപ്പിലാക്കിയത് കേരളത്തിലാണെന്ന് നമ്മൾ അറിയണം. EWS 10% സംവരണം. ഞങ്ങളിതൊക്കെ പൊതുരംഗത്ത് ചർച്ച ചെയ്യേണ്ട ആളുകളാണ്. വിഴിഞ്ഞം തുറമുഖത്തൂടെ കപ്പൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ലുണ്ടോ? നമ്മളിതൊക്കെ ചർച്ച ചെയ്യണ്ടേ? ഏറ്റവും ഭയാനകമായ ഒരു നിലയിലാണ് നമ്മുടെ ജനവിഭാഗം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഈ സമ്മേളനം ഈ വിഷയങ്ങളിൽ, ഈ ദളിത് ക്രൈസ്തവരുടെ വിഷയങ്ങളിൽ തീരുമാനമെടുക്കാത്തതിൽ അതീവമായി ഉത്കണ്ഠ രേഖപ്പെടുത്തുവാനാണ് ഞാൻ ഈ വിഷയങ്ങൾ നിങ്ങളോട് സൂചിപ്പിച്ചത്. എല്ലാ വിഭാഗങ്ങളും മുന്നോട്ട് പോവുകയാണ്. മുന്നോക്കരിലെ പിന്നോക്കർ, ഇവിടെ നമ്മൾ ചർച്ച ചെയ്തതാണ് 10% സംവരണം. അവരുടെ സംവരണത്തിൻ്റെ മാനദണ്ഡം കോർപ്പറേഷൻ ഏരിയയിൽ 1 ഏക്കർ സ്ഥലമുള്ളവനും ഈ ദാരിദ്ര്യത്തിലേക്ക് താഴെ വരും. കോർപ്പറേഷൻ, തിരുവനന്തപുരം കോർപ്പറേഷൻ, വക്കീലിനറിയാം, സുരേഷ് സാറിനറിയാം, അവിടെ 1 സെൻറ്റ് സ്ഥലത്ത് എത്ര രൂപയാണ് അവർക്ക് കൊടുത്തു. മുന്നോക്കരിലെ പിന്നോക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് സംവരണം കൊടുത്തുകൊണ്ട് കേരളത്തിൽ 10% EWS നടപ്പിലാക്കിയ ഇടതുപക്ഷ ഗവൺമെൻറ് എന്തുകൊണ്ട് ദളിത് ക്രൈസ്തവ സംവരണം നടപ്പിലാക്കുവാൻ മടിച്ചു നിൽക്കുന്നു? നമ്മൾ മുന്നോട്ട് വെക്കുന്ന സെപ്പറേറ്റ് റിസർവേഷനാണ്. അപ്പോൾ ഗവൺമെൻറ്റിനോട് ഇത് പറയുമ്പോൾ അവർ പറയുന്നത് കേന്ദ്രത്തിൻ്റെ ഇടപാടാണെന്നാണ്. കേന്ദ്രം ഇപ്പം നരേന്ദ്രമോദി ഗവൺമെൻറ് ഭരിക്കുന്ന നമ്മുടെ ഒരു കാര്യം നടക്കത്തില്ല, നമുക്കറിയാം. പക്ഷേ കേരളത്തിൽ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം മുന്നോക്ക സംവരണം, മുന്നോക്കക്കാരിലെ പിന്നോക്കരെന്ന് പറഞ്ഞ പേരിട്ടുകൊണ്ട് നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ സംവരണത്തെ നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. അതിൻ്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അതുകൊണ്ട് അവർ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാലും നമ്മുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഇടതുപക്ഷത്തിലെ ഏത് വമ്പന്മാരും മുട്ടുമടക്കേണ്ടി വരും. ഇപ്പം നിരന്തരമായി ഓരോ ചർച്ചകളാണ്. ഇപ്പം ശബരിമലയിലെ സ്വർണ്ണം പോയതിനെ സംബന്ധിച്ച് ചർച്ച നടക്കുന്നു. നമ്മളുമായി വല്ല ബന്ധമുള്ളതാണോ? അപ്പം നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും ശബരിമലയിലെ ഈ പാളി ആരാ കൊണ്ടുപോയെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയിലാണ് നിൽക്കുന്നത്. പട്ടികധികരൊക്കെ വാട്സാപ്പിലൊക്കെ പറഞ്ഞു വെക്കണം. നമ്മൾ ആശങ്ക ശബരിമല വിഷയമാണോ? ഇന്നലെ ഒരു സംഘടന ശബരിമലയുടെ ആസ്ഥാനത്തേക്ക് മാർച്ച് ചെയ്യുന്ന പറഞ്ഞു. കാരണം കോൺക്ലേവിൽ, ശബരിമലയിൽ നടത്തിയ കോൺക്ലേവിൽ പറഞ്ഞ കാര്യങ്ങൾ അടിയന്തരമായി നടപ്പിലാക്കി ശബരിമലയുടെ വികസനം നമ്മൾ ഏറ്റെടുക്കണമെന്നാണ് ചില പട്ടിക സംഘടന പറയുന്നത്. നമുക്കത് കേൾക്കും. നമ്മുടെ വിഷയമാണോ ശബരിമല വിഷയം? നമ്മുടെ വിഷയമേ അല്ല. കാലം ഇത്രയായിട്ട് ഒരു പട്ടികജാതിക്കാരനെ പൂജാരി വേണ്ട, അതിൻ്റെ 7 അയൽവക്കത്ത് പോലും നിർത്തുവാൻ തയ്യാറാകാത്ത ഒരു ദേവസ്വം ബോർഡ് പട്ടിക വിഭാഗങ്ങളെ പലതരത്തിലാണ് വഞ്ചിച്ചുകൊണ്ട് അവരുടെ സ്ഥാപനങ്ങളിൽ ഒഴിവുകളുള്ള സീറ്റുകളിൽ നമ്മുടെ വിഭാഗങ്ങൾക്ക്, പട്ടികജാതിക്കാർക്ക് പോലും പ്രാധാന്യമില്ല. ഈ അടുത്ത നാളിലാണ് ഒരു കുശിനിക്കാൻ്റെ ഒഴിവ് വന്നത്. ഇല്ല സാറേ, കുശിനിക്കാൻ്റെ ഒഴിവ് വന്നത് അത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. അപ്പോൾ കുശിനിക്കാൻ്റെ ഒഴിവ് വന്നപ്പോൾ നിങ്ങളെല്ലാം വായിച്ചതാണ്. അയാളുടെ യോഗ്യത ബ്രാഹ്മണനായിരിക്കണം എന്നുള്ളതാണ്. കുശിനിക്കാൻ്റെ യോഗ്യതയാണ്. അപ്പോൾ ഇപ്പോൾ ഈ കടകളിലൊക്കെ ബ്രാഹ്മണരാണ് കുശിനിക്കട നടത്തുന്നുള്ള നിലയിലാണ് നിൽക്കുന്നത്. സംസ്ഥാന ഗവൺമെൻറ് ഇറക്കിയ നോട്ടിഫിക്കേഷനിലാണ് പറയുന്നത് ബ്രാഹ്മണനായ ആളുകൾ കുശിനിക്കാനായി അപേക്ഷ കൊടുക്കാൻ പറ്റത്തില്ല. നമുക്കൊരു അപേക്ഷ പോലും കൊടുക്കാൻ പറ്റത്തില്ല. ഈ നിലയിലാണ് നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് എന്ന് ഈ നേതൃസമ്മേളനത്തെ നമുക്ക് ചർച്ച ചെയ്യാതെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള എത്രയോ പ്രഹസനമായ സമ്മേളനങ്ങൾ ശബരിമലയിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളൊക്കെ ക്ഷണിച്ചിരുന്നു. എനിക്കും കത്തുണ്ടായിരുന്നു, ഞാൻ പോയില്ല. നമ്മുടെ സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു പോകണ്ടെന്ന് പറഞ്ഞു, പോയില്ല. ആ ഒരു പരിപാടിക്ക് സംസ്ഥാന ബഡ്ജറ്റിൽ നിന്നും ചെലവാക്കിയത് 8 കോടി രൂപ. നിങ്ങളറിയണം, 8 കോടി രൂപ. ദളിത് റൈസ് കോർപ്പറേഷൻ കൊടുക്കുന്ന രൂപ എത്രയാണെന്നറിയോ? 10 കോടി. ഇപ്രാവശ്യം അത് 11 കോടി കൊടുത്തു.
ഒരൊറ്റ പരിപാടിക്ക്, ശബരിമല ഒറ്റ പരിപാടിക്ക് സംസ്ഥാന ഗവൺമെൻറ് മുടക്കിയത് 8 കോടി രൂപയാണ്. ഇന്നലെ നിങ്ങൾ കണ്ടു കാണും, അതീവ ദാരിദ്ര്യമുക്ത മേഖലയാക്കാൻ വേണ്ടി നമ്മുടെ ഗവൺമെൻറ് ചെലവഴിച്ചത് എത്രയാണ്? 5 കോടി രൂപ. പ്രചരണങ്ങൾക്കും പരിപാടികൾക്കും 5 കോടി രൂപ ഇന്ന് പത്രത്തിലുണ്ട്. 5 കോടി രൂപ എവിടെ നിന്ന് കണ്ടെത്തിയെന്നറിയാമോ? ദാരിദ്ര്യത്തിലേക്ക് താഴെയുള്ള ആളുകൾക്ക് വീട് പണിയാൻ വെച്ച പൈസയെ അത് വെട്ടിക്കുറച്ച് 5 കോടി രൂപ എടുത്തു. നിങ്ങളൊന്ന് ആലോചിക്കണം. നമ്മൾ കേരളത്തിൽ ഇതൊക്കെ നമ്മൾ ജീവിച്ചിരുന്നുകൊണ്ട്, അംബേദ്കർ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ചിരുന്നുകൊണ്ട് ഇതൊക്കെ കാണുക എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യാതെങ്കിലും പോവാതിരിക്കാൻ കഴിയില്ല. പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കുക എന്ന് പറഞ്ഞ് വീട് കൊടുക്കാതെ ഇരിക്കുന്ന 100 അനുഭവങ്ങൾ. ആ ഫണ്ട് വെട്ടിക്കുറച്ചു. 5 കോടി രൂപ ഇന്നലത്തെ ഒറ്റ പരിപാടിക്ക് സംസ്ഥാന ഗവൺമെൻറ് ചിലവാക്കിയതാണ്. അയ്യപ്പ സംഗമത്തിന് 8 കോടി രൂപ ചിലവാക്കി. അവിടെ കണ്ട് അവസാനിക്കുന്നുണ്ട്. PSCയുടെ ബോർഡ് മെമ്പർമാരുടെ ശമ്പളം. ആരാ PSCയുടെ ബോർഡ് മെമ്പർമാർ? പട്ടികജാതിക്കാർ വല്ലതും ഉണ്ടോ? ദളിത് ക്രൈസ്തവനുണ്ടോ? 3.5 ലക്ഷം രൂപ ഒരു PSC ബോർഡ് മെമ്പറിൻ്റെ ശമ്പളം. വേറെ ശമ്പളമുണ്ട്, അത് പിന്നെ വരും. 3.5 ലക്ഷം രൂപ PSC ബോർഡ് മെമ്പറുടെ ശമ്പളം. കേരളത്തിൻ്റെ വിഷയങ്ങൾ കേന്ദ്രത്തിൽ അവതരിപ്പിക്കാനെന്ന് പറഞ്ഞൊരു കിളവനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, തോമസ്. അയാളുടെ ശമ്പളം 2.5 ലക്ഷം രൂപയും ഡൽഹിയിലെ ഏറ്റവും വലിയ ബംഗ്ലാവും ഈ സംസ്ഥാന ഗവൺമെൻറ് മേടിച്ചു കൊടുത്തിരിക്കുക. ഇയാൾ അവിടെ ചെന്ന് തന്നെ പറയാനാണ് ഇവിടുത്തെ വികസന കാര്യങ്ങൾ. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇയാൾ ഒരാൾക്കൊരു പോസ്റ്റ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പരിപാടി. അങ്ങനെ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഈ സമീപകാലത്ത് കാണിച്ചിട്ടുള്ള വിഷയങ്ങൾ എത്രയോ വലുതാണ്. 4ാം വാർഷിക സമ്മേളനത്തിന് സംസ്ഥാന ഗവൺമെൻറ് ചെലവഴിച്ച തുക നിങ്ങൾ കേട്ട് ഞെട്ടിപ്പോകരുത്. ഇത് ഗവൺമെൻറ് പുറത്തുവിട്ട കണക്കാണ്. 100 കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ് 4ാമത് വാർഷിക സമ്മേളനത്തിന് ഗവൺമെൻറ് ചെലവാക്കിയ തുക 100 കോടി രൂപ. ഈ സാമൂഹ്യ നീതികളെ CSTs പോലുള്ള സംഘടന മൗനം പാലിച്ച് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കോൺഗ്രസ് ആണെങ്കിലും നമ്മൾ പറയും, CPM ആണെങ്കിലും പറയും, BJP ആണെങ്കിലും പറയും. നമ്മുടെ ഫണ്ടുകളാണ് ഇങ്ങനെ ലാപ്സായി പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ദളിത് ക്രൈസ്തവ കോർപ്പറേഷൻ കൊടുക്കാൻ ഫണ്ടില്ലെന്ന് പറയുന്നത്. അപ്പോൾ ആട്ടുംകൂട് പോലുള്ള വെയിറ്റ് ഷെഡ് ഉണ്ടോ നമ്മുടെ നാട്ടിന് പുറം മുഴുവൻ? ആട്ടുംകൂടിന് വലിപ്പമുള്ളൂ. എത്രയാണ് ചാർജ്? 15 ലക്ഷം രൂപ. നമ്മളൊക്കെ ഇതൊക്കെ ചർച്ച ചെയ്ത് പോകണമെന്നേ. 15 ലക്ഷം രൂപ, 20 ലക്ഷം രൂപ വെയിറ്റ് ഷെഡ്. ആൻ്റണി ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടൊരു ആട്ടുംകൂട് പോലുള്ള വെയിറ്റ് ഷെഡ് പണിത് വെച്ചിട്ട് അതിൻ്റെ അടി എഴുതി വെച്ചിരിക്കുന്നത് 12.5 ലക്ഷം രൂപ ചിലവഴിച്ചിരിക്കുന്നു. ആലോചിക്കണം. പട്ടികജാതിക്കാരൻ്റെ വീടിന് എത്രയാണ്? 4 ലക്ഷം. മെയിൻ്റനൻസിന് 1 ലക്ഷം. തുടരുന്ന വിവേചനങ്ങൾ എത്രയോ കാലമായി. നമുക്കിത് പറയാതെ പോകാൻ കഴിയുമോ? കേരളത്തിൽ ഒരു വർഷം 10,000 താൽക്കാലിക ഒഴിവുകൾ ഉണ്ടാകുന്നു, അത് നികത്തുന്നു എന്നാണ് ഇടതുപക്ഷ ഗവൺമെൻറ് പറയുന്നത്. നല്ല കാര്യമാണ്. ഒരു വർഷം 10,000 താൽക്കാലിക ഒഴിവുകൾ നികത്തുന്നുണ്ട്. എത്ര പട്ടികജാതിക്കാരനും എത്ര ദളിത് ക്രൈസ്തവനുണ്ടോ നിങ്ങൾ അന്വേഷിച്ചോ? പ്രിയപ്പെട്ടവരെ, വെള്ളാപ്പള്ളി ഈ ഗവൺമെൻറ് വീണ്ടും വരണമെന്ന് പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത് ഈ താൽക്കാലിക നിയമനങ്ങൾ എവിടെ നടത്തിയോ അതിൽ 90% ഈഴവ സമുദായത്തിന് അവർ തീരെഴുതി കൊടുക്കുക. നായർ സമുദായത്തിന് കൊടുക്കുന്ന അതുകൊണ്ട് SNDPക്ക് ശേഷം NSS ഇപ്പം വളരെ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടുന്നുണ്ട്. ദേവസ്വം ബോർഡിലെ സ്കൂളുകളുടെയും കോളേജുകളുടെയും നിയമന ലിസ്റ്റ് വിവരാവകാശം വഴി എടുത്തപ്പോൾ 60% അവിടുത്തെ ജോലിക്കാർ നായന്മാരാണ്. പിന്നെ NSS കൂടി നിന്നാൽ പോരെ. പക്ഷേ പട്ടികജാതിക്കാർക്ക് എന്ത് കിട്ടുന്നു, ദളിത് ക്രൈസ്തവൻ എന്ത് കിട്ടുന്നു എന്നുള്ള വിഷയമാണ് CSTS ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതിക്കാരുടെ 158 കോടി വെട്ടിക്കുറച്ചെന്ന് നേരെ വെട്ടി 158 കോടി. പട്ടികജാതിക്കാരായ ആളുകൾ അറിയണം, 158 കോടി വെട്ടിക്കുറച്ചു. ആർക്കും ഒരു ആക്ഷേപവുമില്ല. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ വീണ്ടും വോട്ട് കുത്തികളായി മുന്നോട്ട് പോകണമെന്നാണ് ഗവൺമെൻറ്. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു 2,000 രൂപ പെൻഷൻ കൊടുത്തു. നല്ല കാര്യം, അതിനെ നമ്മൾ സ്വാഗതം ചെയ്യാം. നല്ല കാര്യം ചെയ്യുമ്പോൾ സ്വാഗതം ചെയ്യണമല്ലോ. 2,000 രൂപ പെൻഷൻ കൊടുത്തു. നമ്മൾ പറയുന്നത് 5,000 രൂപ പെൻഷൻ കൊടുത്തു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയോ ചെത്തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ എത്രയാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു കണക്കെടുത്തു. ചെത്തൊഴിലാളികളുടെ ക്ഷേമ പെൻഷൻ 6,000 രൂപയാണ്.
നിങ്ങളുടെ അടുത്തുള്ള ചെത്തുകാരോട് പെൻഷൻ മേടിക്കുന്നതോട് ചോദിക്കണം, നിങ്ങളുടെ ക്ഷേമ പെൻഷൻ എത്രയാണ്? 6000 രൂപയാണ്. വാർദ്ധക്യകാല പെൻഷൻ സാധാരണ ആളുകൾ കൊടുക്കുന്ന പെൻഷൻ 2000 വർദ്ധിപ്പിച്ചത് നമ്മൾ സ്വാഗതം ചെയ്യുന്നു. അതൊരു 5000 എങ്കിലും ആക്കണമെന്ന് എൻ്റെ അഭിപ്രായം, CSTSൻ്റെ അഭിപ്രായം. 5000 രൂപ വെച്ചൊരു കുടുംബത്തിന് എല്ലാ മാസവും കൊടുക്കാൻ ഗവൺമെൻറ്റിന് പണം ഉണ്ടാകട്ടെ. അത് ഏത് ഗവൺമെൻറ് വന്നാലും കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസം പ്രഖ്യാപിക്കുന്നത് എന്തിനാണെന്നുള്ള നമ്മുടെ ചോദ്യം. ഇപ്പോൾ UDFൻ്റെ ചോദ്യങ്ങളല്ല നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള ചോദ്യം. UDF ഇപ്പോൾ അധികാരത്തിൽ വരാൻ വേണ്ടി കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇത്തരം വിഷയങ്ങൾ നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മുടെ മുദ്രാവാക്യം ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന് സമരം നടത്തി. ജാതിയുടെ കണക്കറിയണമല്ലോ, നടപ്പിലാക്കിയോ കേരളം? നടപ്പിലാക്കിയില്ല. പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിൽ ക്രിമിനൽ ഏർപ്പെടുത്തി നമ്മൾ സമരം നടത്തി. ഗവൺമെൻറ് ശ്രദ്ധിച്ചോ? ഇല്ല. അപ്പോൾ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റിക്കൊണ്ട് കേരളത്തിൽ നടത്തുന്ന ഈ ഭരണം യഥാർത്ഥത്തിൽ ദളിത് പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഭരണമായിരുന്നില്ല 9.5 വർഷം കഴിയുന്ന ഇടതുപക്ഷ ഗവൺമെൻറ് ഭരണമെന്ന് ഈ സമ്മേളനത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനൊട്ടനവധി തെളിവുകൾ കൊടുക്കാൻ നമുക്ക് കഴിയും. ഈ ഗവൺമെൻറ്റിൻ്റെ 9.5 വർഷത്തെ ഭരണത്തിനിടയിൽ ദളിത് വിഭാഗങ്ങൾ നേരിട്ട നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടെ റിപ്പോർട്ടിൽ പറഞ്ഞല്ലോ. നമ്മളിവിടെ ചർച്ച ചെയ്ത ഒരുപാട് വിഷയങ്ങൾ, അതിലേക്കൊന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറയുന്നത് ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ അധികാരത്തിൻ്റെ പ്രശ്നത്തിലാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. അധികാരമില്ലാത്ത ജനവിഭാഗങ്ങൾ അവകാശങ്ങൾക്ക് പുറത്ത് നിൽക്കുന്ന ഒരു സാഹചര്യമുള്ളതുകൊണ്ട് നമുക്കും അധികാരത്തിൽ വരണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് CSTS രൂപീകരിച്ച സമയം മുതലുള്ള തെരഞ്ഞെടുപ്പുകളിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നമ്മൾ മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കുറേ അധികം സീറ്റുകളിൽ മത്സരിച്ചു. അതിൻ്റെ ഫലമായി കുറേ വാർഡുകൾ നമുക്ക് ലഭിച്ചു, കുറേ നഷ്ടങ്ങളുണ്ടായി. എങ്കിൽ കൂടി നമ്മൾ ചില വാർഡുകളിൽ ജയിച്ചു. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിലും നമ്മൾ കുറിച്ചി പോലുള്ള സ്ഥലത്ത് ജയിച്ചു. ആദ്യ തെരഞ്ഞെടുപ്പിലും കുറിച്ചി പഞ്ചായത്ത് കേരളത്തിൽ നമുക്ക് അഭിമാനമായി നിൽക്കുന്നൊരു പഞ്ചായത്താണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ 5-ാം തീയതി തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ നിന്നുള്ള രേഖകൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന മേഖലയിൽ CSTSൻ്റെ സ്വതന്ത്രന്മാരെ മത്സരിപ്പിച്ചുകൊണ്ട് അവരെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണമെന്ന് 2.5 മാസം മുമ്പ് നടന്ന യോഗത്തിൽ നിങ്ങളോട് പറഞ്ഞിരുന്നു. അതനുസരിച്ച് നിങ്ങളെല്ലാം തീരുമാനമെടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കേരളത്തിൽ ഒരു മുന്നണി സംവിധാനം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ ഒരു സംഘടന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കേരളത്തിൽ കുറിച്ചി പഞ്ചായത്തിൽ CSTS ആണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി പറയാൻ കഴിയും. വലിയ ഒരു വെല്ലുവിളിയാണ് നമ്മൾ ഏറ്റെടുത്തത്. കേരളത്തിൽ ഏതെങ്കിലും പട്ടികജാതി സംഘടനകൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? നമ്മൾ കുറിച്ചിയിൽ സ്ഥാനാർത്ഥിയെ കൺവെൻഷൻ വിളിച്ചു കൂട്ടി പ്രഖ്യാപിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. ചില മേഖലകളിലൊക്കെ നമുക്ക് സീറ്റ് തരാമെന്നൊക്കെ പറഞ്ഞ് ചില മുന്നണികൾ ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണമായിട്ടില്ല. എങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ജില്ലകളിലും പഞ്ചായത്ത് മെമ്പർമാരെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള താലൂക്ക് പഞ്ചായത്ത് നേതാക്കൾ, കുടുംബയോഗ നേതാക്കൾ അടിയന്തരമായി ഇടപെടുകയും ചില മേഖലയിലൊക്കെ പ്രവർത്തനം മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് മത്സരിക്കുകയും ചെയ്യണം. അതുമാത്രമല്ല, സംഘടനാ സംവിധാനത്തിൻ്റെ കെട്ടുറപ്പ് വിളിച്ചറിയിക്കുന്ന തരത്തിലേക്ക് എല്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ചില സീറ്റുകളിൽ മത്സരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്ത് സീറ്റുകളിൽ മത്സരിക്കാൻ പറ്റുന്ന മേഖലയിൽ നമുക്ക് സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ വേണ്ടി ഒരു തീരുമാനം സംസ്ഥാന കമ്മിറ്റി ആലോചിക്കുന്നുണ്ട്. അതിൽ നിങ്ങളുടെയും കൂടെ അഭിപ്രായങ്ങൾ ഇതിനകത്ത് സ്വരൂപിച്ചതിന് ശേഷമാണ് ഫൈനലായിട്ട് തീരുമാനമെടുക്കുന്നത്. നമുക്കൊരു തിരഞ്ഞെടുപ്പ് നയം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളുമായി സഹകരിക്കാവുന്ന ആളുകളുമായി സഹകരിക്കാൻ പറ്റും. പക്ഷെ എല്ലാ ആളുകളുമായി സഹകരിക്കുമ്പോൾ നമ്മൾ ആലോചിച്ചിട്ട് വേണം ചെയ്യാൻ. എവിടെയൊക്കെ സ്ഥാനാർത്ഥികളെ ആരൊക്കെ മത്സരിപ്പിക്കുന്നതിന് കുഴപ്പമില്ല, അത് സംസ്ഥാന നേതൃത്വമായി ഒന്ന് ചർച്ച ചെയ്യണം. നമ്മൾ ഈ സമീപ ദിവസം എടുത്തിട്ടുള്ള നിലപാടുകൾ കേരളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ സംസ്ഥാന പ്രസിഡന്റ് ഈയിടെ
ഒരു 10 വർഷം മുമ്പ് നടന്ന ഒരു വീഡിയോ കോളിലൂടെ അത് വീണ്ടും പ്രചരണത്തിൽ വന്നിരിക്കുകയാണ്. ആ വീഡിയോ കോൾ മൊത്തം ഒന്ന് പുറത്തു വിടുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണ്ടൻറ്റ് പിടികിട്ടും. നമ്മുടെ സഹപ്രവർത്തകയായ ഒരു സ്ത്രീ എന്നെ പിന്തുണയ്ക്കണം, സഹായിക്കണമെന്ന് പറയുമ്പോൾ നടത്തിയൊരു ഒരു പ്രഭാഷണം, ഒരു സൗഹൃദം, അതൊക്കെ എടുത്തിട്ടുകൊണ്ടിങ്ങനെ CPM-കാർ അത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളൊരു ആൾ വിളിക്കുമ്പോൾ, ഫോൺ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വേണ്ട പോലെ സഹായിക്കാമെന്നൊക്കെ പറയുന്നൊരു കീഴ്വഴക്കത്തിൻ്റെ ഭാഗമായി സംസാരിച്ച് അത് മൊത്തം കാര്യങ്ങളില്ല, ചില ഭാഗങ്ങൾ അത് അടർത്തിയെടുത്താണ് ആ വീഡിയോ പുറത്തുവിട്ടത്. നിങ്ങൾ കുറേ പേര് കണ്ടതുകൊണ്ടാണ് ഞാനിവിടെ പറയേണ്ട കാര്യം വന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സൈബർ സെല്ലിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചാനൽ ഇറങ്ങിയിട്ടുണ്ട്, പിങ്ക് പട എന്ന് പറയുന്നത് ചാനലില്ല, ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്. അതിൻ്റെ അഡ്മിൻ, അതിലുള്ള ആളുകളും എല്ലാം CSTS വിട്ടുപോയ ആളുകളാണ്. അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ, CSTS എങ്ങനെ പൊളിക്കണം, അതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ഒരു അജണ്ടയുമായി അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അഡ്മിനെയൊക്കെ നമുക്ക് പിടികിട്ടി, നമ്മുടെ കൂടെ നിന്ന് പോയ ആളുകളാണ്. അതുകൊണ്ട് CSTS നേതാക്കന്മാരെ തകർക്കുവാൻ വേണ്ടി പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ വരാം. അതെന്താണെന്നുള്ള വസ്തുത മനസ്സിലാക്കി അതിനെ പ്രതികരിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ എനിക്ക് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കണം. ഇപ്പോൾ UDF-ൻ്റെ ഭാഗത്തുനിന്നും ചില പഞ്ചായത്തുകളെ നമ്മളെ സഹായിക്കാമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ അവർ പിന്തുണയ്ക്കാൻ തയ്യാറായി വരുമ്പോൾ അവരുടെ കൂടെയുള്ള ദളിത് കോൺഗ്രസ് എന്ന് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട 5-6 പേരുണ്ട്. അവരെ അറിയപ്പെടുന്ന ദളിത് കോൺഗ്രസ് എന്നാണ്. അവർ സമ്മതിക്കത്തില്ല. പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, വീട്ടിൽ അച്ചായൻ സമ്മതിക്കും പക്ഷേ പട്ടി സമ്മതിക്കൽ എന്ന് പറഞ്ഞ പോലെ. വീട്ടിൽ അച്ചായനെല്ലാം സമ്മതിച്ചു, പക്ഷേ പട്ടി സമ്മതിക്കൽ എന്ന് പറഞ്ഞ പോലെ. CSTS-ന് സീറ്റ് കൊടുക്കണമെന്ന് ചില ആളുകൾ തീരുമാനിച്ചപ്പോൾ ദളിത് കോൺഗ്രസ്സുകാർ പറയുക, ഈ അവർക്ക് കൊടുക്കരുത്, അവർ കൊടുത്താൽ ശരിയാകത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ദളിത് കോൺഗ്രസ്സുകാർ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ കൂടെ ഉണ്ട്. ഇന്ന് തൊട്ടടുത്ത പഞ്ചായത്തിൽ ചില ആളുകൾ ഇവിടെ നമ്മളുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് വന്നു. ഏത് മാറാം നിങ്ങൾക്ക് വേണ്ട, നമുക്കൊന്ന് ഒരു ധാരണയിൽ പോകാം. പലയിടത്തും വിളിക്കുന്നുണ്ട്. വിജയസാധ്യത ഉണ്ടെങ്കിൽ അവരുമായി കൈ കൊടുക്കാം, പക്ഷെ അത് ആലോചിച്ചിട്ടേ ചെയ്യാവുള്ളൂ എന്ന് ഉറപ്പിക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിൽ കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി 3 ജില്ലകളിലെ ജില്ലാ പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികൾ നിർത്തണം. അപ്പം എറണാകുളംകാർ വന്നിട്ടുണ്ട്. എറണാകുളത്ത് നിർത്താൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ആലോചിക്കണം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു വാർഡിൽ 2ാമത് വന്ന എറണാകുളം ജില്ലയിൽ. അത് നമുക്ക് അടിയന്തരമായിട്ട് ആലോചിക്കണം. നിങ്ങൾ യോഗം കഴിഞ്ഞ് ചെന്നാൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് പ്രാധാന്യം കൊടുക്കണം. ആദ്യം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ വോട്ടർ പട്ടിക പേരുണ്ടോ എന്നും കൂടെ നോക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഒരു നോമിനേഷൻ പേപ്പർ പൂരിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഓഫീസിൽ. മത്സരിക്കാൻ വന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. അപ്പം നിസ്സാരമായി നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ, ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ആനുകാലികമായ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എനിക്ക് അരമണിക്കൂറാണ് തന്നത്, അവസാനിക്കാറായി. 1-2 പ്രഖ്യാപനങ്ങൾ കൂടി നടത്തി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ തിരഞ്ഞെടുത്ത് മത്സരിക്കുവാൻ താല്പര്യം. കുറിച്ചിയിൽ മാത്രം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്, മറ്റ് പഞ്ചായത്തുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ CSTS-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ മുൻ കമ്മിറ്റി അംഗം കൂടി ഉണ്ട് എന്നുള്ള സൂചിപ്പിക്കുകയാണ്. ശ്രീ ജയമോൻ അവர்கள் ഇവിടെ ഉണ്ട്, ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ കൊള്ളായിരുന്നു. വന്നായിരുന്നു, ഒന്ന് എഴുതിട്ടില്ല, ആളുകളാണ്. കുറിച്ചിയിൽ ഒന്ന് മത്സരിക്കുക. അങ്ങനെ മത്സരിക്കുന്ന പലരും ഉണ്ട്, ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തുന്നില്ല. നമ്മുടെ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടി ആയതുകൊണ്ട് അദ്ദേഹം മത്സരിക്കുന്നില്ലെന്ന് പറഞ്ഞ് ഞങ്ങളെ അങ്ങോട്ട് നിർബന്ധിച്ച് അവിടെ മത്സരിപ്പിക്കുകയാണ്. അതുപോലെ കോട്ടയം മുനിസിപ്പാലിറ്റിയിൽ 34 വാർഡ്, അവിടെ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീക്കണമെന്നാണ് കോട്ടയംകാരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ പള്ളിക്കത്തോട് പഞ്ചായത്തിലെ 13-ാം വാർഡും ഒരു സാധ്യതയിലേക്ക് ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. വാഴൂർ പഞ്ചായത്തിലെ 3 വാർഡുകൾ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്. കുറിച്ചിയിൽ 6 വാർഡിലാണ് നമ്മളിപ്പോൾ സ്ഥാനാർത്ഥികളെ നടത്താൻ ഉദ്ദേശിക്കുന്നത്. വെള്ളാവൂർ ഒരു വാർഡ് ചർച്ചയിലേക്ക് വന്നു. റാന്നിയിലെ പഴവങ്ങാടി പഞ്ചായത്ത്, നാരായണമൊഴി, വെച്ചുച്ചിറ, അയിരൂർ പഞ്ചായത്തുകളിൽ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട്.
മീനച്ചി താലൂക്ക് കടപ്പളാമറ്റത്തെ ഒരു സാധ്യത നമുക്കുണ്ട്. കാഞ്ഞിരപ്പള്ളി എലിക്കുളം ചർച്ച നടക്കുന്നുണ്ട്. ഏന്തയാർ പഞ്ചായത്തിൽ വെമ്പിളി ഒരു ചർച്ച നടക്കുന്നുണ്ട്. വൈക്കത്തും മുളക്കുളത്തും മാഞ്ഞൂരും ചർച്ച നടക്കുന്നുണ്ട്. കോട്ടയത്തെ വിവിധ മേഖല അത്തരം ചർച്ചകൾ നടക്കുന്നു എന്നുള്ളത് ഫൈനലായിട്ട് രൂപരേഖ വന്നിട്ടില്ല. പനച്ചിക്കാട് പള്ളം ബ്ലോക്ക് ഡിവിഷൻ മത്സരിക്കണം, റിസർവേഷൻ സീറ്റാണ്, അവിടെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. അങ്ങനെ പല മേഖലയിലും ഞങ്ങളറിയാത്തതും അറിഞ്ഞതുമായ ചില മേഖലയിൽ ചർച്ച നടക്കുന്നതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു. ആ ചർച്ചകൾ അടിയന്തരമായി പുരോഗമിക്കുകയും പഞ്ചായത്ത് ഇലക്ഷന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുകയും ചെയ്യണം. ഇടുക്കി ജില്ലയിൽ നമ്മുടെ ഒരു നേതാവിനോട് മത്സരിക്കാൻ പറഞ്ഞ് തന്നെ ഇന്നലെ ചില രാഷ്ട്രീയ പാർട്ടികൾ വന്നിരിക്കുക. ഞാൻ പറയുന്നത് CSTS നേതാക്കന്മാർ പാർട്ടി ചിഹ്നങ്ങളിൽ കഴിവതും മത്സരിക്കാൻ പാടില്ല. അങ്ങനെ നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയത്തില്ല. അല്ലെ പിന്നെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏതെങ്കിലും മുന്നണികളുമായിട്ടാണെങ്കിൽ മത്സരിക്കുന്നതിന് കുഴപ്പമില്ല. ഇവിടെ അത്തരം കാര്യങ്ങൾ ആലോചിക്കണം. കാരണം നമുക്കൊരു അനുഭവം ഉള്ളതുകൊണ്ട് അത് പറഞ്ഞില്ല എന്ന് പിന്നീട് പറയാൻ പാടില്ല. ആ കാര്യത്തിൽ നിങ്ങളുടെ ശ്രദ്ധ ഉണ്ടാകണം. അതോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടക്കുമ്പോൾ തന്നെ നമ്മൾ പ്രധാനമായും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റിക്കൊരു താല്പര്യമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാന ചിന്താഗതി ഉള്ള ആളുകളുമായി മത്സരിക്കാൻ നമ്മൾ തീരുമാനിക്കുക. കാരണം മുന്നണി സംവിധാനങ്ങൾ നമ്മൾ സീറ്റ് ചോദിച്ചാൽ തരാൻ വലിയ മടിയാണ്. ഇപ്പം നമുക്ക് മത്സരിച്ച് കാണിക്കാം. നിരവധി സംഘടനകളും വ്യക്തികളും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പഞ്ചായത്തിൽ മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലും ചില മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ മത്സരിക്കാൻ തീരുമാനിച്ച മണ്ഡലങ്ങൾ ഒന്ന് വായിക്കാം. കോട്ടയം, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, പാല, കടുത്തുരുത്തി, ഏറ്റുമാനൂർ, പുതുപ്പള്ളി, പീരുമേട്, ഇടുക്കി, തൊടുപുഴ, റാന്നി, തിരുവല്ല, അടൂർ, പിറവം, പാറശാല തുടങ്ങിയ 15 മണ്ഡലങ്ങൾ നമ്മൾ മത്സരിക്കാൻ പോവാം. നമുക്കൊരു 6 മാസം മുമ്പേ നമുക്ക് ഇങ്ങനെ പോയാലേ ഇവന്മാർ നമ്മുടെ അകത്തൊരു സീറ്റുമായിട്ട് വരുള്ളൂ. അല്ലെങ്കിൽ ഏത് മുന്നണിയാണെങ്കിലും കുഴപ്പമില്ല, ദളിത് ക്രൈസ്തവരായ ഒരു സ്ഥാനാർത്ഥിക്ക് ഒരു സീറ്റ് തരണം, ജനറൽ സീറ്റ് തരണം. അതിന് തയ്യാറുണ്ടോ? ഉണ്ടെങ്കിൽ UDF-ഉമായിട്ട് കൂടാം, അപ്പറേ അവർ തരുന്നെങ്കിൽ അവരുമായിട്ട് കൂടാം. നമ്മുടെ വിഷയം പി ചാക്കോയ്ക്ക് ശേഷം ദളിത് ക്രൈസ്തവർക്ക് MLA-മാരില്ല. പരിഹാരം ഉണ്ടായേ പറ്റുള്ളൂ. ഇനി നമുക്കിങ്ങനെ നീട്ടിപ്പോകാൻ പറ്റത്തില്ല. ക്ഷേമ പെൻഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകെ പോകും പറ്റുമോ? 2000 രൂപ കിട്ടി നമ്മുടെ വിഷയം തരുമോ? അല്ലെങ്കിൽ ആർക്കെങ്കിലും ആശാവർക്കർമാർക്ക് 37 രൂപ കൂട്ടി കൊടുത്തു, നല്ല കാര്യം കൂട്ടി കൊടുക്കട്ടെ. ഇതൊന്നുമല്ല വിഷയം. രാജ്യത്തെ 14 പട്ടികജാതിക്കാർ MLA-മാർ നിയമസഭയിൽ ഇരിപ്പുണ്ട്. നമ്മുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാത്ത 14 പട്ടികജാതിക്കാർ MLA-മാർ. അവർക്ക് സമാന്തരമായി ഒരാൾ മതി. കാന്താരിമുളക് ഒന്ന് മതിയെന്ന് പറഞ്ഞാൽ ഒരെണ്ണം മതി, നിയമസഭയിൽ ഒന്ന് പോയിരുന്നാൽ മതി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രാവശ്യവും UDF LDF-ഉം പറയുന്ന കേട്ട് നമുക്ക് പോകാൻ മനസ്സില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു, തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനം നമ്മൾ നടത്തിയതാണ്. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ പ്രഖ്യാപിക്കുകയാണ്, കേരളത്തിലെ 20ഓളം നിയമസഭകളിൽ നമ്മൾ നിർണായകമായി മറ്റ് ഇതര സംഘടനകളുമായി യോജിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കാൻ പോവുകയാണ്. കാരണം ഇവരെ നമ്മളെന്നും ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ വല്ലപ്പോഴൊക്കെ കാപ്പ് കുടിക്കാനായിട്ട് ചില്ലറ കൊടുത്താൽ ഈ ആളുകളെല്ലാം വിലയ്ക്ക് മേടിക്കാമെന്നാണ് UDF LDF-ഉം കരുതിയിരിക്കുന്നത്. 250 രൂപ കൊടുത്താൽ മതി എന്നാണ് അവർ പറയുന്നത്. തെരഞ്ഞെടുപ്പിന് തലേദിവസം നമുക്കങ്ങനെ പോയാലൊക്കെ നമ്മുടെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എത്ര പേര് വോട്ട് ചെയ്യുന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം. ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ മത്സരിക്കണമെന്നും നമ്മുടെ ശക്തി തെളിയിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മത്സരിക്കുന്നതിനെക്കുറിച്ച് ഈ സമ്മേളനം ചർച്ചയാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്, തീരുമാനമല്ല. നിങ്ങൾക്ക് അഭിപ്രായങ്ങളൊക്കെ പറയാനുള്ള അവകാശമുണ്ട്. ഇവിടെ വെച്ച് മുഴുവൻ അഭിപ്രായം പറയാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അവകാശമുണ്ട്. സംസ്ഥാന നേതാക്കളെ വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി രേഖപ്പെടുത്താം. അതോടൊപ്പം തന്നെയാണ് ദളിത് ക്രൈസ്തവ സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നടത്തിയ ഒട്ടനവധി സമരമുണ്ട്. നിങ്ങൾക്കെല്ലാം അതറിയാം. 3 ജില്ലകളിൽ നിന്ന് നിൽക്കുന്ന സമരം, അത് നമ്മൾ ചർച്ച ചെയ്താണ്. ആ സമരം കേരളം മുഴുവൻ ചർച്ച ചെയ്തു. പക്ഷേ നമുക്ക് സംവരണം ലഭിച്ചില്ല. ഇപ്പോൾ നമ്മൾ സ്റ്റേറ്റ് കോൺക്ലേവാണ് കോട്ടയത്ത് നടന്നത്. നമുക്കറിയാം, കേരളത്തിൽ
അത്രയും മികച്ച നിലയിൽ ഒരു കോൺക്ലേവ് നടത്തുവാൻ കേരളത്തിൽ ഒറ്റ പട്ടികജാതി സംഘടനകളും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ വിലയിരുത്തുന്നത്. അത്ര മനോഹരമായി ഒരു കോൺക്ലേവാണ് നമ്മളവിടെ നടത്തിയത്. ആ കോൺക്ലേവിൽ ഏതാണ്ട് നമ്മൾ ക്ഷണിക്കപ്പെട്ട 40ഓളം ആളുകൾ പങ്കെടുത്തു. വിവിധ സഭകളിലെ നേതാക്കന്മാർ, ബിഷപ്പുമാർ, പാസ്റ്റർമാർ, വിവിധ സഭകളിലെ നേതാക്കന്മാർ 40ഓളം ആളുകൾ പങ്കെടുത്തു. എന്നാൽ കുറച്ച് ആളുകളെ കൂടി ക്ഷണിച്ചിരുന്നവർക്ക് അസൗകര്യം അറിയിച്ചു പങ്കെടുത്തില്ല. അപ്പോൾ അവരുടെ എല്ലാം വലിയ പിന്തുണ നമുക്ക് ലഭിച്ചു ആ സമ്മേളനത്തിൽ. അതുകൊണ്ട് അന്നെടുത്ത നമ്മുടെ തീരുമാനം ജില്ലാ അടിസ്ഥാനത്തിൽ കോൺക്ലേവും സമ്മേളനങ്ങളുമായി മുന്നോട്ട് പോകുന്നതാണ്. ദളിത് ക്രൈസ്തവ സംഗമങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. കാരണം ഈ വിഷയം ഇങ്ങനെ നമ്മൾ അവിടെ ഇവിടെയും പരിമിതപ്പെടുത്തിയാൽ ഒക്കത്തില്ല. അതുകൊണ്ട് തന്നെ ദളിത് ക്രൈസ്തവ സംവരണം നടപ്പിലാക്കുന്നത് വരെയുള്ള വിശ്രമരഹിതമായ പോരാട്ടങ്ങൾ നമ്മൾ തുടങ്ങുമെന്ന് പറഞ്ഞത് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കോൺക്ലേവിന് ശേഷം പ്രധാനപ്പെട്ട 4 ജില്ലകളിലാണ് നമ്മുടെ സമ്മേളനം ദളിത് ക്രൈസ്തവ സംഗമങ്ങളാണ്. ഒന്ന് കട്ടപ്പന, നവംബർ 26, അന്ന് ഭരണഘടനാ ദിനമാണ്. കട്ടപ്പനയിൽ വെച്ചാണ് ആദ്യത്തെ സമ്മേളനം. കോൺക്ലേവ് രാവിലെ 10 മുതൽ 1 മണി വരെയും അതിനുശേഷം പ്രകടനത്തോടുകൂടി കട്ടപ്പന ടൗണിൽ പൊതുസമ്മേളനവും നടത്താനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. നവംബർ 26. റാന്നി ഇതേ മോഡലിൽ തന്നെ ഡിസംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ച നടത്തുവാനാണ് നമ്മൾ ആലോചിക്കുന്നത്. ജനുവരിയിൽ കോട്ടയത്തും ഫെബ്രുവരി സമാപനമെന്നോണം തീയതി നിശ്ചയിച്ചിട്ടില്ല, ഫെബ്രുവരി അവസാനം തലസ്ഥാനത്ത് 10,000-കണക്കിന് ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമാപന സമ്മേളനവും നടത്താൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. ആ വിഷയം നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ്. ദളിത് ക്രൈസ്തവ വിഷയങ്ങൾ നടപ്പിലാക്കുന്നത് വരെ സംസ്ഥാന ഗവൺമെൻറ് നടപ്പിലാക്കാം. പട്ടികജാതിക്കാരായ ആളുകൾ അവരുടെ സംവരണം നഷ്ടപ്പെടുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ് പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് നമുക്ക് യാതൊരു വിരോധവുമില്ല. അത് നടപ്പിലാകുന്ന സമയം ദീർഘമായി നീണ്ടുപോകും എന്നുള്ളതുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ് പ്രത്യേക പാക്കേജ് കൊടുക്കണം നമ്മൾ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ദളിത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രം ഒരു കോർപ്പറേഷൻ ഉണ്ടാകണം. മുമ്പേ ഇവിടെ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസത്തെ കോൺക്ലേവിൻ്റെ ഒരു കണക്ക് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ആ കോൺക്ലേവിൽ ദളിത് ക്രൈസ്തവ കോർപ്പറേഷൻ സമീപകാലത്ത് കൊടുത്ത 1 വർഷം കൊടുത്ത ലോണുകളും ആനുകൂല്യങ്ങളും എത്ര ദളിത് ക്രൈസ്തവർക്ക്, പിന്നോക്ക അതിൽ ശുപാർശിത വിഭാഗങ്ങൾ കൊടുത്ത എത്ര, മൊത്തം ഒരു ചോദ്യമാണ്. അപ്പം നമുക്ക് കിട്ടിയ ഉത്തരം 9.5 ലക്ഷം രൂപയാണ് 1 വർഷം ദളിത് ക്രൈസ്തവർ കൊടുത്തത്. അതിലുള്ള ശുപാർശിത വിഭാഗങ്ങൾ ചുരുക്കം ചില ആളുകളേ ഉള്ളൂ. അവർക്ക് കൊടുത്തത് 26 ലക്ഷം രൂപ 1 വർഷം. കുടുംബി, മുമ്പേ പറഞ്ഞ കുടുംബി, കുശവ തുടങ്ങിയ സമുദായങ്ങൾ കൊടുത്താണ്. അപ്പോൾ ഈ വിവേചനങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. ഒരു പക്ഷെങ്കിൽ കേരളത്തിൽ നമ്മുടെ സമരത്തിന് തെരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും പിണറായി വിജയൻ അങ്ങനെ തെരഞ്ഞെടുപ്പിൽ ചിലപ്പം പ്രഖ്യാപനങ്ങൾ നടത്താൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ തലേദിവസമാകും പിണറായി വിജയനാണ് നടത്തിക്കോട്ടെ, നമുക്ക് നടന്നു കിട്ടിയാൽ മതി. ദളിത് ക്രൈസ്തവർക്ക് പ്രത്യേകമായി സംവരണം ഏർപ്പെടുത്താൻ ഒരുപക്ഷെ തീരുമാനം വന്നേക്കാം. CSTS നടത്തിയ ഐതിഹാസികമായ സമരത്തിൻ്റെ ഫലമായിട്ടാണെന്ന് നമുക്ക് വരുത്താൻ കഴിയും. അതുകൊണ്ട് ഈ ഡേറ്റുകൾ നിങ്ങൾ ചർച്ച ചെയ്യണം. നമ്മുടെ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകണം. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം എന്നാണ് ഈ സൂചിപ്പിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കാനുള്ള കാര്യം, എന്നും പറയുന്ന കാര്യം, വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലെങ്കിലും പ്രവർത്തക യോഗമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബയോഗങ്ങൾ, നമ്മുടെ പഞ്ചായത്ത് കമ്മിറ്റികൾ, നമ്മുടെ താലൂക്ക് കമ്മിറ്റികൾ, നമ്മുടെ കൂടെ നിന്നും നിൽക്കുന്ന ആളുകൾ, അകലം പാലിക്കുന്ന ആളുകൾ, അവരെയെല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് സംഘടന കൂടുതൽ ശക്തമാക്കുവാൻ വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കൊണ്ട് കഴിയാവുന്ന വർക്കുകൾ കൃത്യതയോടുകൂടി ചെയ്ത് മുന്നോട്ട് പോയാൽ 2017-ലും 2016-ലും 2019-ലും ഒക്കെ നമ്മളെങ്ങനെ ആയിരുന്നു എന്ന് നമുക്കറിയാം. ഇന്ന് നമുക്കൊരു ചെറിയ പോരായ്മയൊക്കെ കൊണ്ട് സ്വാഭാവികമായിട്ട് നമുക്കറിയാം. അത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. നമ്മളിപ്പോൾ നിരവധി വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. നിരവധി സമരമുഖങ്ങളിൽ ഈ അടുത്ത കാലത്ത് നടത്തിയ എത്രയോ സമരങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഒരു സമരം നടന്നു കാഞ്ഞിരപ്പള്ളി. എന്തായിരുന്നു സമരം? കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് ഓൺ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ മുടക്കി അക്കമ്മ ചെറിയാൻ്റെ ഒരു പ്രതിമ നിർമ്മിക്കാനാണ് അവർ ആദ്യം തീരുമാനിച്ചുള്ളത്. അവിടെ മോഹൻ എന്ന് പറയുന്ന CSTSൻ്റെ ഒരു മെമ്പറുണ്ട്, ബ്ലോക്ക് മെമ്പർ. കേരള കോൺഗ്രസിൻ്റെ ചിഹ്നത്തിലാണ് മത്സരിച്ചെങ്കിലും
CSTS മെമ്പറായി മോഹനൻ. എല്ലാ കാര്യങ്ങളും നമ്മളെ അറിയിക്കാറുണ്ട് കൃത്യം. ഓരോ കാര്യങ്ങളും നമ്മളോട് ചോദിക്കാറുണ്ട്, എന്ത് ചെയ്യണം പഞ്ചായത്തിൽ. ആ മെമ്പർ കമ്മിറ്റി എഴുന്നേറ്റെന്ന് പറഞ്ഞുകൊണ്ട് അക്കമ്മ ചെറിയാൻ്റെ സ്ഥാപിക്കാമെങ്കിൽ എന്തുകൊണ്ട് അംബേദ്കറുടെ പ്രതിമ സ്ഥാപിക്കാൻ മേല എന്നുള്ള ഒരു ചോദ്യം വന്നു. കൗൺസിൽ യോഗം ചർച്ച ചെയ്തു. അവസാനം ഈ മോഹൻ എന്ന് പറഞ്ഞ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ സമ്മർദ്ദത്തിന് വഴങ്ങി 5 ലക്ഷം രൂപ ഫണ്ടിൽ നിന്ന് അനുവദിച്ച് അക്കമ്മയുടെ കൂടെ അംബേദ്കറുടെ പ്രതിമയും പണിയാൻ തീരുമാനിച്ചു. ആയിക്കോട്ടെ, എങ്ങനെയും പണിതാൽ മതിയല്ലോ. പക്ഷെ അവിടെ സംഭവിച്ച കാര്യം നമ്മൾ ഞെട്ടിപ്പിക്കുക. അക്കമ്മ ചെറിയൻ ആരാ? അംബേദ്കർ ആരാ? അവർ എല്ലാ കാര്യങ്ങളെല്ലാം തീരുമാനിച്ചപ്പോൾ അക്കമ്മ ചെറിയാൻ്റെ പൂർണ്ണകായക പ്രതിമ കാഞ്ഞിരപ്പള്ളി പോലുള്ള വലിയ ടൗണിൻ്റെ സൈഡിലുള്ള ഒരു വായനശാലയ്ക്ക് സമീപം മനോഹരമായി പണിയാൻ വേണ്ടി അവർ തീരുമാനിച്ചു, അക്കമ്മ ചെറിയാൻ്റെ. അവൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ചോദിച്ചു, ഈ അംബേദ്കറുടെ പ്രതിമ അത് ഈ ബ്ലോക്ക് പഞ്ചായത്ത് ആഫീസിൻ്റെ സൈഡിൽ ചില സ്ഥലമുണ്ട്, അവിടെ പണിയാമെന്നാണ് തീരുമാനിച്ചു. അന്നേരം തന്നെ അദ്ദേഹം എതിർപ്പ് പറഞ്ഞു. പക്ഷേ കൗൺസിൽ ഏകകണ്ഠമായി അങ്ങ് തീരുമാനിച്ചു, കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ബ്ലോക്ക് പഞ്ചായത്ത് ആഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മണ്ണാർക്കായത്തുള്ള ചില ആളുകൾക്ക് കാഞ്ഞിരപ്പള്ളി നേതാക്കന്മാരിവിടെ ഉണ്ട്, അവർക്കറിയാം. നമ്മൾ കാഞ്ഞിരപ്പള്ളി നടന്നു പോയി രാത്രിക്ക് പോയാൽ ഇരുട്ടാ, പട്ടിയും മൃഗങ്ങളും ഒക്കെ ചാടുന്നൊരു സ്ഥലമാണ്. അത്രയും ഗുഡ്സ് പ്രദേശം. അന്ന് സ്ഥലം ഉണ്ടായിരുന്നുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് നടന്നു വെച്ചതാണ്. അംബേദ്കറുടെ പ്രതിമ അവിടെയും അക്കമ്മ ചെറിയാൻ്റെത് കാഞ്ഞിരപ്പള്ളി ടൗണിലും. എങ്ങനെയുണ്ട്? പണ്ട് ഒരു ചോദ്യമുണ്ട്, നിനക്ക് എന്തിനാണ് വെളുത്ത പെണ്ണെന്ന് ചോദിച്ച ഒരു പാരമ്പര്യം പണ്ട് തമ്പുരാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്നു. ആ ചോദ്യം ഇവിടെ അംബേദ്കർ അവിടെ നിന്നാൽ പോരെ കാട്ടിനകത്ത്. പക്ഷേ നമ്മൾ സമ്മതിച്ചില്ല. നമ്മുടെ കാഞ്ഞിരപ്പള്ളിയിലെ ചുണക്കൊട്ടന്മാരായ നേതാക്കന്മാർ, ആത്മാഭിമാനമുള്ള നമ്മുടെ നേതാക്കന്മാർ തെരുവിലിറങ്ങി ബ്ലോക്ക് ഓഫീസിലേക്ക് ഓടിച്ച് നടക്കുകയെന്ന് പറഞ്ഞു. പരിപാടി നടക്കത്തില്ല. എന്ത് വിഷയം വന്നാലും എന്നോട് പറഞ്ഞു, ഞങ്ങളോട് സമ്മതിക്കില്ല, അങ്ങോട്ട് ചത്ത് വീഴേണ്ടി വന്നാലും ശരി, കാഞ്ഞിരപ്പള്ളിയുടെ മധ്യഭാഗത്ത് അംബേദ്കറുടെ ഈ പ്രതിമ പണിതില്ലെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങളൊരു ഹർത്താലിലൂടെ പ്രഖ്യാപിച്ചോളം പറഞ്ഞു. അവരുടെ ഒരു ഇടപെടിയിൽ ഉണ്ടായ ഒരു ഫലം എന്ന് പറഞ്ഞ് ഭയങ്കരമായി പോയി. നമ്മൾ അന്നേരം തന്നെ പോസ്റ്റ് ഇട്ടു. ഈ അക്കമ്മ ചെറിയൻ ആരെന്ന് നിങ്ങളറിയണം. അക്കമ്മ ചെറിയാൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. നമുക്ക് വിക്കിപീഡിയയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ അറിയാമല്ലോ. സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു, നമ്മളെ സംബന്ധിച്ചു. ഗാന്ധി വന്നപ്പോൾ ഈ അക്കമ്മ ചെറിയനെ കേരളത്തിൻ്റെ ടാൻസി റാണി എന്ന് വിളിച്ചു. ഈ 2 യോഗ്യതയുള്ളത്. എങ്ങനെയുണ്ട് ജാതിക്കളി പോകുന്ന പോക്കേ. അപ്പം ജാതിയുടെ പ്രിവിലേജ് എത്രമാത്രം ഭീകരമാണെന്നുള്ളതിൻ്റെ തെളിവാണ് അംബേദ്കർ പ്രതിമ കാട്ടിനകത്തും അക്കമ്മയുടെ ഇവിടെ. അംബേദ്കർ ആരാ? അക്കമ്മയാറാ? അംബേദ്കറെ കുറിച്ച് നിങ്ങളോട് പറയേണ്ട കാര്യമുണ്ടോ? ലോകത്തിൽ ഇത്രയും മാതൃകയുള്ള ഒരു രാഷ്ട്ര നേതാവ്, ഗാന്ധിക്കും മേലെ നെഹ്റുവിന് മുകളിൽ ലോകരാജ്യങ്ങൾ മുഴുവൻ അംഗീകരിക്കുന്ന ഡോക്ടർ അംബേദ്കറെ അവഗണിക്കാൻ വേണ്ടി കാഞ്ഞിരപ്പള്ളി എടുത്ത തീരുമാനത്തെ തിരുത്തിക്കുവാൻ കഴിഞ്ഞ സംഘടനയും നേതാക്കളുമാണ് കാഞ്ഞിരപ്പള്ളിയിലെയും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ അറിയണം. അത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന സംഘടന നിസ്സാരമായൊരു സംഘടനയല്ല ഇത്. ആവശ്യമില്ലാത്തതിന് എല്ലാം ഇടപെടുകയാണെന്ന് എന്നോട് ചോദിക്കാറുണ്ട് പലരും. നമ്മളെല്ലാത്തിലും അഭിപ്രായം പറയുന്നത് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ അടുത്ത ദിവസം നമ്മൾ നേടിയത്. അതുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ ഇതിനിടയിൽ നിശ്ചലമായി പോകരുത്. നമ്മുടെ കുടുംബയോഗങ്ങൾ സംഘടിപ്പിക്കണം. ഈ അടുത്ത ദിവസങ്ങളിൽ കുറേ പുതിയ കുടുംബയോഗങ്ങൾ വന്നു, കുറേ ആളുകൾ തിരിച്ചു വന്നു. ഇപ്പം കൊട്ടാരക്കര ഭാഗത്ത് നിന്ന് നമ്മുടെ കൂടെ കുറേ ആളുകൾ ജോയിൻ ചെയ്യുന്നുണ്ട്. അവരിന്ന് എത്തിച്ചേരും എന്നാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത ദിവസം വരാമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൊട്ടാരക്കരയിൽ ഒരു പക്ഷെങ്കിൽ ഒരു 10 കുടുംബയോഗത്തിനുള്ള അല്ലേ സാറേ, അങ്ങനെയല്ലേ, 10 കുടുംബയോഗത്തിനുള്ള ആളുകൾ ഒരു സംഘടന മൊത്തം പിരിച്ചുവിട്ട് നമ്മുടെ കൂടെ വരിക. കാരണം അവർ പറയുന്നത് ഈ അഭിപ്രായങ്ങൾ പറയാത്ത ഈ സംഘടനകൾ ഞങ്ങളില്ലെന്ന് പറഞ്ഞെന്നാണ് പറയുന്നത്. അങ്ങനെ കുറേ ആളുകൾ തിരിച്ചു വരിക. അതുകൊണ്ട് നമ്മുടെ നിലവിലുള്ള കുടുംബയോഗങ്ങൾ 1 മുതൽ 822 വരെ കുടുംബയോഗങ്ങൾ പ്രവർത്തിച്ച കുടുംബയോഗങ്ങളാണ്. ഇപ്പം 500 കുടുംബയോഗങ്ങൾ നമ്മളോട് സജീവമായിട്ടുണ്ടെന്ന് പറഞ്ഞാലും മാസത്തിൽ ഒരു കുടുംബയോഗം കൂടാൻ നിങ്ങൾ തയ്യാറാകുന്നില്ല. അതിൻ്റെ ഫലമായി നിങ്ങൾക്ക് മാസത്തിൽ ഒരു 200 രൂപ മാസവരി അടയ്ക്കാനും കഴിയുന്നില്ല. കുടുംബയോഗം കൂടാത്തതുകൊണ്ട് മാസവരി അടയ്ക്കാത്തത്. അതുകൊണ്ട് കുടുംബയോഗം കൂടണം. കുടുംബയോഗം ഇല്ലെങ്കിൽ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ പുറകോട്ട് പോകും. ഇപ്പോൾ നമുക്കൊരു ജീവൻ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ജീവൻ ഉണ്ടായിട്ടുണ്ട്, ഒരു തർക്കം വേണ്ട. CSTS ഉയർത്തെഴുന്നേൽക്കുന്നു എന്നൊരു തോന്നൽ മറ്റുള്ള ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
അതിനെ തടയിടാൻ വേണ്ടി പലതും ഇനിയും വരും. അത് വന്നുകൊണ്ടേയിരിക്കട്ടെ. നമ്മൾ നേരോടെ നിർഭയം മുന്നോട്ട് പോകണം. ഡോക്ടർ അംബേദ്കറുടെയും അയ്യൻകാളിയുടെയും ശ്രീകുമാര ഗുരുദേവൻ്റെയും ഒക്കെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന ഒരു സംഘടന. ആ നിലയിൽ നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകണം. വളരെ വേഗം വിട്ടുപോയൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഇനി ചർച്ചയ്ക്ക് വേണ്ടി സമയം വേണം. നമ്മുടെ സൊസൈറ്റി 2019 ചില പ്രതിസന്ധികൾ, 18 ചില പ്രതിസന്ധികൾ നേരിടാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. സമാജ്വാദി പാർട്ടിയിലേക്ക് പോകണം എന്നുള്ളൊരു ചർച്ച വന്നപ്പോഴാണ് CSDSൽ അന്നുണ്ടായിരുന്ന സെക്രട്ടറി അടക്കം ചില ആളുകൾ യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. അതിനുശേഷം നമ്മൾ സംഘടനയായിട്ട് മുന്നോട്ട് പോയി. ഇവരോട് ഞാൻ അന്നും പറഞ്ഞു, നിങ്ങൾ പോകരുത്, നമുക്കൊരു പാർട്ടിയിലേക്ക് പോയിട്ട് ഇപ്പോൾ കാര്യമില്ല, നമുക്കിപ്പോൾ സ്വതന്ത്രമായിട്ട് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. പക്ഷേ അവർ സമ്മതിക്കത്തില്ല. ഡൽഹിയിൽ പോയി നിന്ന് തന്നെ വിളിച്ചു, ലക്നോവിന് വരാമെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് അയച്ചു തരാം. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമായി ചർച്ച നടത്താം, CSDSന് ആവശ്യത്തിലധികം ഫണ്ട് കിട്ടും. ഞാൻ പറഞ്ഞു, ഞാൻ ഫണ്ട് മേടിക്കാനൊന്നും ഞാനില്ല, കാരണം ഭൂരിപക്ഷ ആളുകൾ ഇത് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിതിൽ ഉറച്ചു നിന്നു. അതിൻ്റെ പേരിൽ പിണങ്ങിപ്പോയ ആളുകൾ അവിടെ CSDSന് അവിടെ ചെന്ന് വിറ്റു എന്നാണ് അവർ പറയുന്നത്. റെക്കമെൻഡ് കത്ത് കൊടുത്തു, CSDS ലയിക്കുന്നതായിട്ട് കത്ത് കൊടുത്തു, ലയന സമ്മേളനം നടത്തി. അതിൻ്റെയൊക്കെ പേരിലാണ് നമ്മുടെ കൂടെ നിന്ന് കുറേ ആളുകൾ പോയി. നമ്മളാരെയും പുറത്താക്കിയതൊന്നുമല്ല. ചില ആളുകൾ സ്വയമായി രാജിവെച്ച് പോയി, ചില ആളുകൾ ഇറങ്ങിപ്പോയി. പോയതിന് ശേഷം പിന്നെ പറയുന്ന ആക്ഷേപങ്ങൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ എന്നൊക്കെയാണ് പറയുന്നത്. CSDSന് മേടിച്ച സ്ഥലം സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ പേരിൽ എഴുതിയെന്നൊക്കെയാണ് പറയുന്നത്. കാശ് കൊടുത്ത് മേടിച്ചതിൻ്റെ പേരിൽ എഴുതാൻ പറ്റുള്ളൂ. പക്ഷേ കാശ് കൊടുത്ത് മേടിച്ചവൻ സ്വന്തം സമുദായത്തിന് വേണ്ടി ആ പണം വിനിയോഗിക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്നവനെ അഭിനന്ദിക്കാൻ ആരും തയ്യാറല്ല. ഇങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ പറയുക. അവർ പോയതിന് ശേഷം കുറേ കാലം സമാധാനം ഉണ്ടായിരുന്നു. പിന്നീട് അവർ CSDSന് വിമത വിഭാഗമായെന്ന് വന്ന് പ്രവർത്തിക്കുകയും 2019 അവർ നമ്മൾ സമ്മേളനം പ്രഖ്യാപിച്ചപ്പോൾ, ആലപ്പുഴയിൽ പ്രഖ്യാപിച്ചപ്പോൾ അവർ കുമളിയിലൊരു സമ്മേളനം പ്രഖ്യാപിച്ചു. കുമളിയിലെ സമ്മേളനത്തിന് മൊത്തത്തിൽ 252 പേരുണ്ടായിരുന്നാണ് അന്ന് കിട്ടിയ റിപ്പോർട്ട്. ആ സമയത്താണ് നമ്മൾ ആലപ്പുഴയിൽ കടപ്പുറത്തിൻ്റെ ഒരു ഭാഗം നിറച്ച് മഹാസംഗമം നടത്തിയത്. ആ സംഗമത്തിൽ പങ്കെടുത്ത അന്നത്തെ MLA പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ 2 കടലാണ് കാണുന്നത്. ഒരു കടൽ എരമ്പുന്ന കടലാണ് താഴെ. ആ കറുത്ത നീലാകാശം പോലെ ഇങ്ങനെ തിളച്ച് മറിയുമ്പോൾ ഈ കരയിലും ഞാനിപ്പോൾ കാണുന്നതൊരു കടലാന്ന് പറഞ്ഞ ഷാനിമോൻ ഉസ്മാൻ എന്ന് പറഞ്ഞ MLAയുടെ വാക്കുകൾ നിങ്ങൾ ഫേസ്ബുക്കിൽ ഇപ്പോൾ സെർച്ച് ചെയ്യണം. അത്രമാത്രം ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിൽ CSDSനെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല എന്നുള്ള ഉജ്ജ്വലമായ പ്രതിജ്ഞയോടുകൂടി 10,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മൾ സംഗമം നടത്തി. അതിന് മറുപടി കൊടുത്തപ്പോഴാണ് കുമളിയിൽ 252 പേര് പങ്കെടുത്തത്. അവർ വീണ്ടും ഫേസ്ബുക്ക് വഴിയും പത്രങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. നമ്മൾ ഏതെങ്കിലും സമ്മേളനം ഇന്ന് അവർ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നാളെ തന്നെ ഈ ഒരു വാർത്ത വരും. എവിടെയെങ്കിലും ഇങ്ങനെ 5-6 പേര് ഇരിക്കും, ഷാളിടും, രാവിലെ പത്രത്തിൽ കൊടുക്കും. വിഭാഗം എന്ന് പറഞ്ഞാൽ അവർക്ക് പത്രക്കാർ പരിഗണന കൊടുക്കുന്നത് വിഭാഗത്തിൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നിരന്തരമായി ശല്യം ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ നമ്മൾ കാഞ്ഞിരപ്പള്ളി കോടതിയിൽ ഒന്ന് നിരോധിച്ചതാണ്. നിരോധിച്ച സമയത്ത് ആ ഇഞ്ചക്ഷൻ നിലവിലിരിക്കുമ്പോൾ തന്നെ കോട്ടയം രജിസ്ട്രാറെ കബളിപ്പിച്ചുകൊണ്ട് 24-25 രജിസ്ട്രേഷൻ റിട്ടേൺ സമർപ്പിച്ചു എന്നുള്ള വസ്തുത നിങ്ങളറിയാം. റിട്ടേൺ സമർപ്പിക്കുക, രജിസ്ട്രേഷൻ ഒറ്റ പ്രാവശ്യമുള്ളൂ ഒരു സംഘടനയ്ക്ക്. അത് 2013 കൊടുത്തു. പിന്നെ റിട്ടേൺ സമർപ്പിക്കുക, ഓരോ വർഷവും കണക്ക് കൊടുക്കുക. അങ്ങനെ 24-25 വർഷത്തെ അവർ കൊടുത്തത് കൊണ്ട് ഇഞ്ചക്ഷൻ ഓർഡർ കാഞ്ഞിരപ്പള്ളി നമ്മുടെ തള്ളിപ്പോയി. കാരണം കാഞ്ഞിരപ്പള്ളി മജിസ്ട്രേറ്റ് നോക്കുമ്പോൾ 24-25 അവരാണ് ഭാരവാഹികൾ. നമ്മളതിനെതിരെ മേൽക്കോടതിയിൽ കേസ് കൊടുത്തു. കോട്ടയം ജില്ലയിലെ കേസുകൾ കാഞ്ഞിരപ്പള്ളി സെക്ഷനുള്ള കേസുകൾ നടക്കുന്നത് പാലാ സബ് കോടതിയിലാണ്. സെഷൻസ് ജഡ്ജാണ്. സംസ്ഥാന നേതാക്കളുടെയൊക്കെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്തുണ്ട്. ആ കേസുമായി ഞങ്ങൾ ശക്തമായി തന്നെ മുന്നോട്ട് പോയി. കഴിഞ്ഞ മാസം 13-ാം തീയതി കാഞ്ഞിരപ്പള്ളി കോടതി ആ കേസിനെക്കുറിച്ച് വിശദമായി പഠിച്ചു. നമ്മൾക്കറ തെളിവുകൾ കൊടുത്തു. 2024 വരെ ആരാണ് ഈ രജിസ്ട്രാർക്ക് മുമ്പിൽ പണമടച്ചതും പുതുക്കിയതും ആരാണെന്നുള്ള രേഖകൾ നമ്മൾ സമർപ്പിച്ചു. ആ രേഖകൾ കോടതി പരിശോധിച്ചപ്പോൾ കെ സുരേഷ് പ്രസിഡൻ്റായൊരു കമ്മിറ്റിയാണ് കാണുന്നത്. 25-26 മാത്രമാണ് ഇവർ കാണുന്നത്. കണക്ക് പരിശോധിച്ചപ്പോൾ നമ്മൾ 22 കൊടുക്കുന്ന കണക്കിൻ്റെ ബാക്കിയായിരിക്കണം 23 കൊടുക്കേണ്ടത്. അതാണ് ഈ കണക്കിൻ്റെ ഒരു
നിർദ്ദേശം അതാണ്. കണക്ക് കൊടുക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ കണക്കിൻ്റെ ബാലൻസ് ഷീറ്റ് കൂട്ടി വേണം കൊടുക്കാൻ. നമ്മൾ കൃത്യമായും അത് CM ചാക്കോ സാർ അത് തയ്യാറാക്കും. കൃത്യമായി നമ്മൾ കമ്പ്യൂട്ടറെ രേഖപ്പെടുത്തും. കമ്മിറ്റി ചർച്ച ചെയ്യും. യോഗം കൂടിയൊക്കെ കൃത്യമായി കൊടുക്കുന്നത്. ഇവരിത് കൊടുത്ത കൂട്ടത്തിൽ എന്ത് സംഭവിച്ചു? ഇവർ കൊടുത്ത കണക്കിൻ്റെ അകത്ത് വരവ് 84,000, ചെലവ് 84,000 എന്ന് പറഞ്ഞ് കണക്ക് കൊടുത്തു. അത് നമ്മൾ കോടതി പ്രസൻറ്റ് ചെയ്തു. നമ്മുടെ കണക്കുകൾ തമ്മിലുള്ള വ്യത്യാസം പ്രസൻറ്റ് ചെയ്തു. എന്തായാലും കോടതി അത് അംഗീകരിച്ചു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 13-ാം തീയതി നമ്മുടെ വിഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സംഘടനയെ തകർക്കാൻ ശ്രമിച്ച ആളുകളെ നിരോധിച്ചുകൊണ്ട് വീണ്ടും സെഷൻസ് കോടതി പാലാ ഉത്തരവായ വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഒരുപക്ഷെ ഇനിയിപ്പം മേൽക്കോടതിയിലൊക്കെ പോകാൻ മേലായിരിക്കില്ല. അവർക്കിപ്പോൾ CSTS അല്ല വിഷയം. നിങ്ങളെല്ലാം നൽകിയ കോളേജിന് വേണ്ടി നൽകിയ ഒരു ഫണ്ട്, നമ്മുടെ ചിലവ് അതിന് ശേഷം ബാക്കി ഫണ്ട് ബാങ്കിൽ കിടപ്പുണ്ട്. അത്രേ ഉള്ളൂ വിഷയം. അവർക്കിപ്പോൾ സംഘടന വളരണമെന്നോ ദളിതരുടെ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള അവരുടെ വിഷയമല്ല. നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന ഫണ്ട് കിട്ടുമെന്നുള്ള വിഷയം നമ്മൾ അനുവദിക്കുന്ന വിഷയമേ ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ CSTSൻ്റെ പേരോ ചിഹ്നവോ വിമത വിഭാഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, CSTS എന്ന ചുരുക്കപ്പേര് വാട്സാപ്പിലിട്ടാൽ നമ്മൾ കേസ് കൊടുക്കും. അതുപോലും കോടതി നിരോധിച്ചിരിക്കുക. ഉത്തരവിൻ്റെ കോപ്പി താലൂക്ക് നേതാക്കൾക്ക് തരും. അനാവശ്യമായ ദുരുപയോഗം ചെയ്യേണ്ട ആവശ്യം വന്നാൽ കൊടുക്കണം. CSTSൻ്റെ പേരിൽ എവിടെയെങ്കിലും ഇനി യോഗം നടത്തിയാൽ നമ്മളിനിയും അവിടോട്ട് പോകണം. നമ്മൾ അറിഞ്ഞാൽ ഈ കോടതി ഉത്തരവ് നിയമപാലകരെ അറിയിക്കണം. മാത്രമല്ല, അത്യാവശ്യം അവർക്ക് ഒരു ഓണസദ്യയും കൂടി നല്ല ഭക്ഷണം കൊടുത്തു വിടേണ്ട കാര്യങ്ങളിലേക്ക് നേതാക്കന്മാർ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നല്ല ഭക്ഷണം കൊടുത്ത് വിടുന്ന സാഹചര്യത്തിലേക്ക് എല്ലാ മേഖലയും ശ്രദ്ധിക്കണം. കാരണം ഇത് തകർക്കാൻ വേണ്ടി നമ്മൾ ആരെയും സമ്മതിക്കാൻ പാടില്ല. പലരും തിരിച്ചു വരാൻ തയ്യാറായി വരികയാണ്. അവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ട സമയമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടപ്പെടേണ്ടതുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. അഭിപ്രായങ്ങൾ നമുക്കറിയാം. നമ്മൾ സാധാരണ 2 മണി എന്ന് പറയുമ്പോൾ 3-3:30 ആകുമ്പോൾ തുടങ്ങും. ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടുന്നില്ലല്ലോ. പ്രധാനപ്പെട്ട കണ്ടൻറ്റുകളാണ് ചർച്ചയിൽ വരേണ്ടത്. നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ ഒരുപാട് പേര് സംസാരിക്കാനുണ്ട്. കണ്ടൻറ്റുകളാണ് പറയേണ്ടത്. വിഷയങ്ങൾ ഒരുപാട് വലിച്ചു നീട്ടിക്കൊണ്ട് പോകാതെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ, റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യം, ഇപ്പോൾ ഞാൻ അവതരിപ്പിച്ച ചില വിഷയങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുമ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് നടക്കാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും നിർണായകമായ റോള് നമുക്കുണ്ട് എന്ന് തെളിയിക്കുവാൻ നമ്മൾ തയ്യാറാകണം. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും അല്ല കേരളം ഭരിക്കുന്ന ആരാണെന്ന് തീരുമാനിക്കുന്നത്. ഞങ്ങൾ കൂടി തീരുമാനിക്കുമെന്ന് കറയാനുള്ള തൻ്റെ ഇടം കേരളത്തിൽ കാണിക്കുന്ന പട്ടികജാതിക്കാരെയും ദളിത് ക്രൈസ്തവരെയും കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ നമുക്ക് കാണിച്ചു കൊടുക്കണം. അധികാരത്തിലേക്ക് നമുക്കും വരണം. ദളിത് ക്രൈസ്തവ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം കേരളത്തിൽ. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥികൾ നമ്മുടെ നേതൃനിരയിലുണ്ട്. അവരെ നമ്മൾ ഇറക്കും. കേരളത്തിൽ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ നമുക്ക് ഒന്നിച്ചു മുന്നോട്ട് പോകാം എന്നുള്ള പ്രത്യാശയോടുകൂടി, പ്രതീക്ഷയോടുകൂടി ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മുഴുവൻ സംസ്ഥാന താലൂക്ക് നേതാക്കന്മാരും, നിങ്ങൾ ഓരോരുത്തരുമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് പിന്നിൽ. നിങ്ങളുടെ കഷ്ടപ്പാടുകൾ ഞങ്ങൾക്കറിയാം. സാമ്പത്തികപരമായിട്ടൊക്കെ ഞങ്ങളും വലിയ പ്രതിസന്ധിയില്ല. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് എന്നോട് പറഞ്ഞ ഒരു ബക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടെന്ന് EP എന്നെ കണ്ണ് കാണിച്ചെന്ന് പറഞ്ഞേക്കണമെന്ന്. നിങ്ങൾക്കതെന്നും ഒരു അരോചകമായി തോന്നുന്നില്ല. കാരണം നമുക്ക് വേറെ ഫണ്ടുകളൊന്നുമില്ല. ബക്കറ്റ് നിങ്ങളുടെ അടുത്തൂടെ വരുന്നുണ്ട്. അതുകൂടെ കഴിഞ്ഞിട്ട് നിങ്ങളെല്ലാവരും ഇറങ്ങാവുള്ളൂ. ഇനി ബക്കറ്റ് ഇട്ടില്ലെങ്കിലും ആരും ഇറങ്ങിപ്പോവില്ല. നമുക്ക് പ്രധാനപ്പെട്ട ചർച്ചയുണ്ട്, നിർദ്ദേശങ്ങളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും കലവറയില്ലാത്ത സഹകരണങ്ങളും പ്രസ്ഥാനത്തിന് വേണം. പരസ്പരമുള്ള ചെളിവാരിയെറിയൽ, വിദ്വേഷ പരാമർശങ്ങൾ, വിദ്വേഷ പ്രചരണങ്ങൾ, പരസ്പരം കാണാൻ മേലാഴിക, ഇതൊന്നും നമ്മുടെ സൊസൈറ്റിയിലും വേണ്ട. അങ്ങോട്ട് നമുക്ക് വലിയ നേട്ടമൊന്നുമില്ല. അത് ഒറ്റ മനസ്സോടെ ഒരുമയോടുകൂടി ഈ പ്രസ്ഥാനത്തെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഇന്ന് എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ആഹ്വാനം ചെയ്തുകൊണ്ട് പുതുതായി ഒരുപാട് മുഖങ്ങൾ, ദീർഘകാലമായി വരാത്ത ഒരുപാട് മുഖങ്ങൾ ഇവിടെ വന്നിരിപ്പുണ്ട്. ഞാൻ അവരെയൊക്കെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒരുപാട് കുടുംബയോഗങ്ങളിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അവരെയൊക്കെ അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഉണ്ടാകട്ടെ. ഇപ്പോൾ നമ്മുടെ കണക്കനുസരിച്ച് 7 ജില്ലകളിലെ പ്രതിനിധികൾ നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് ഈ നേതൃസംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭീം.